ഷിരൂരിലെ രക്ഷാദൗത്യത്തിനിടയിൽ നിന്ന് ചില പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഹാഷ്മി താജ് ഇബ്രാഹിം അത് പങ്കുവെക്കും. ലോറി ഡ്രൈവർ മനാഫും ഹാഷ്മി താജ് ഇബ്രാഹിമിനൊപ്പം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഹാഷ്മി, വിവരങ്ങൾ ഹാഷ്മി. ഇവിടെ റീത്ത് ഇവിടെ ലോറിയുടെ മനാഫുണ്ട്. ഇവിടെ രക്ഷാദൗത്യ സ്ഥലത്തായിരുന്നു മനാഫ്. അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. മനാഫ് പറയട്ടെ, മനാഫ് എന്താ ഉണ്ടായത് അവിടെ? ഇപ്പൊ രക്ഷാദൗത്യം നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പിന്നെ ഇതുവരെ ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. അല്പസമയത്തിനകം തന്നെ അത് പരിഹരിച്ച് മനാഫിന്റെ പ്രതികരണത്തിലേക്ക് വരാം എന്നാണ് കരുതുന്നത്. അവിടെ മണ്ണിടിയെന്ന് പറഞ്ഞിട്ട് എന്താക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ രഞ്ജിത്തിന് മോന്തൊക്കെ ഒരു അടി മേടിച്ച് എന്നാ പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഫുള്ള് സീനെ മാറി. നമ്മളെ മലയാളികളെ മുഴുവൻ എന്താക്കി ആട്ടി ഓടിക്കുക. അപ്പം ഞാനിപ്പോൾ അതിൽ ഇടപെട്ടിട്ട് പറഞ്ഞത് ഇപ്പം എന്താ പറയുക, ഒരു ടൈം വാങ്ങിക്കണ് അരമണിക്കൂർ. എനിക്ക് ആകെ അരമണിക്കൂർ ടൈം നിൽക്കണേ. DC-ൻ്റെ അടുത്ത് ചെന്നിട്ട് ഇവരൊക്കെ സ്വന്തം ഇഷ്ടപ്രകാരം വന്നാണ്. ഈറ്റിങ്ങളൊക്കെ മണ്ണിൻ്റെ അടിയിലായാൽ പോലും സിഗ്നൽ കിട്ടിയ ഇതിന്റെ ഇടയിലാണ് സാർ ഇപ്പൊ ഈ പ്രശ്നം നടക്കുന്നത്. അതിപ്പോ എന്താ പറഞ്ഞാൽ ഞങ്ങളെ മനാഫിന്റെ പ്രതികരണത്തിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം എന്നാണ് കരുതുന്നത്. തെരയുന്നുള്ള നമ്മളിപ്പോൾ ഇന്നലെ മുതൽ തെരഞ്ഞിട്ട് ഒരു പ്രശ്നമില്ല. പണികൾ സ്പീഡിൽ നടക്കണ്ടേ. നമുക്ക് കുറച്ചും കൂടി എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രായോഗിക ബുദ്ധി നമുക്ക് കൂടുതലാണ്. ഇപ്പൊ നമ്മളെ കയ്യിൽ ആകെ 4 വണ്ടിയാണ് ഉള്ളത്. ആ 4 വണ്ടിനെ നമ്മൾ എന്താക്കി ഇത്ര ലോങ്ങിലേക്ക് മണ്ണ് കൊണ്ടുവരാതെ ഇപ്പൊ സമ്മതം വാങ്ങിയിട്ട് ഓരോന്നിനും സംഘർഷം ചെയ്തിട്ടാണ് സമ്മതങ്ങൾ കിട്ടുന്നത്. ഇപ്പൊ ആ തൊട്ടടുത്ത് മണ്ണ് നമ്മൾ എന്താക്കി പറഞ്ഞാൽ നിങ്ങൾ ലോങ് പോയി വരുമ്പോൾ ടൈം പോവാണ്. അവിടെ തന്നെ ഒരു സ്ഥലം നമ്മൾ ഈ ഇത് ഈ ഹൈവേ ഡിപ്പാർട്ട്മെന്റ് ടീം അവരൊക്കെ നല്ല സഹകരിക്കുന്നുണ്ട്. പോലീസിന്റെ മാത്രമാണ് പ്രശ്നങ്ങൾ. അപ്പോൾ ഓരോ സമ്മതം വാങ്ങിയിട്ട് നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ആ മണ്ണ് ഇപ്പോൾ അവിടെ ഇട്ട് 4 വണ്ടി അവിടെ തന്നെ ഇട്ട് കളിക്കുകയാണ്. ഇനി വണ്ടി കേടുവന്നാൽ ബുദ്ധിമുട്ടാണ്. രാവിലെ മുതൽ നമ്മൾ വണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഈ ലൈനിൽ ഇങ്ങനെ പോകുമ്പോൾ കാണാം എല്ലാ ലോറികളും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കേടുവന്ന് കിടക്കുക. അപ്പം ഇപ്പൊ നമുക്ക് ഇപ്പൊ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ സകല മുതലാളിമാരെ വണ്ടികളും അതെ മുതലാളിമാരും വണ്ടിയായിട്ട് ഇവിടെ ഉണ്ടാവും ഉറപ്പാ. ഇപ്പോഴും ചോദിച്ചുകൊണ്ട് ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്ക് നമ്മളെ നാട്ടിൽ വണ്ടി JCB ഒക്കെ കൊണ്ടുവരണല്ലേ. അനാവശ്യമായിട്ട് ഒരു 5 പൈസ പ്രതിഫലം വാങ്ങാതാണ് ഈ മലയാളികൾ അവിടെ വന്ന് കഷ്ടപ്പെടുന്നത്. രാവിലെ അവർക്ക് ചായ മര്യാദയ്ക്ക് എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ ചോറ് ഇപ്പൊ നാട്ടുകാർ ഇവിടെ ഗ്രാമവാസികളൊക്കെ കൂടി ഇപ്പൊ ചോറ് കൊണ്ടുവന്നിക്കണ്. ഈ കുട്ടികൾ ഇവരൊക്കെ ഒന്ന് അഭിനന്ദിക്കാതെ വെക്കാൻ പറ്റില്ല. പറ ഇവരൊക്കെ കൂലിപ്പണി എടുക്കണേ. വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരിക ഈ അവിടെയുള്ള പണിക്കാർക്ക്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു നിവൃത്തി ഇല്ല. ഇവിടെ ഒരു ഹോട്ടലോ പരിസരത്തോ ഒരു സാധനം ഇല്ലാത്തതാ. ഇതിന്റെ ഇടയിൽ അടിയും കൂടി മേടിച്ച് ഐറ്റങ്ങള്. ഞാൻ ഇപ്പൊ അവരോട് പറഞ്ഞു, ഇന്ന് ഞങ്ങൾ പോരി, ഞാൻ പെർമിഷൻ വാങ്ങി നമുക്ക് എല്ലാവർക്കും വരാൻ. അവിടെ വന്ന ആൾക്കാർ പറയണത് ഇനി ജീവനോട് കൂടിയിട്ട് നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങൂല. അവർ എന്തിനും തയ്യാറായിട്ടാണ് ആൾക്കാർ വന്നിട്ട്. അപ്പൊ അതാണ് റീത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ, രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ട് നിൽക്കുന്ന മലയാളികളോട് പോലും വളരെ മോശമായി പെരുമാറുന്നു. അവരുടനെ ഇറങ്ങണമെന്ന് പറയുന്നു. അവരുടെ റിസ്കിൽ മാത്രം നിൽക്കുകയാണെന്ന് പറയുന്നു. എന്നോ ഒരു സിഗ്നൽ കിട്ടി പ്രതീക്ഷാപൂർവ്വം രക്ഷാപ്രവർത്തനം നടത്തിയതിനിടയ്ക്ക് പോലീസ് വന്ന് ആ രക്ഷാപ്രവർത്തനത്തെ അട്ടിമറിക്കുന്നു, കുളമാക്കുന്നു എന്ന ആരോപണം ഉന്നയിക്കുകയാണ് മനാഫ്, ലോറിയുടെ റീത്ത്. ഹാഷ്മി താജ് ഇബ്രാഹിമാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി നമ്മൾ കണ്ടത് ലോറി ഉടമ മനാഫിൻ്റെ പ്രതികരണമാണ്. മനാഫ് പറയുന്നത് മലയാളികളടക്കമുള്ളവർ അവിടെ സ്വയം സന്നദ്ധരായി അവിടേക്ക് ആ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമാകാൻ എത്തിയിട്ടുണ്ട്. രഞ്ജിത്ത് ഇസ്രായേലിനെ പോലുള്ള ആളുകളൊക്കെ രഞ്ജിത്ത് ഇസ്രായേലിന് നേരെ പോലീസിൻ്റെ മർദ്ദനമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് മനാഫ് പറയുന്നത്. ഇവർ ഈ മലയാളികൾ ദൗത്യത്തിനെ സഹായിക്കുന്ന ഇവരൊക്കെ ഇവിടെ തുടരുന്നതിൽ യാതൊരു ഉത്തരവാദിത്വവും തങ്ങൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സമീപനം പോലീസ് സ്വീകരിക്കുന്നത് എന്നാണ് മനാഫ് പറയുന്നത്. അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ പറ്റിയാൽ തങ്ങൾ ഉത്തരവാദികളല്ല, ആ മേഖലയിൽ നിൽക്കുന്നതിന് പെർമിഷൻ വാങ്ങി വരണം എന്നുള്ള കാര്യം പോലീസ് മുന്നോട്ട് വയ്ക്കുന്നു എന്നാണ് പറയുന്നത്. ഈ രക്ഷാദൗത്യത്തിന് വേണ്ട ആവശ്യമായ സംവിധാനങ്ങൾ ഉയർത്തുന്നില്ല, ക്രമീകരണങ്ങൾ ഒരുക്കുന്നില്ല എന്നുള്ള പരാതിയൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നതിനിടയിൽ ആ പ്രദേശത്തുള്ള ചില വ്യക്തികളെ ചൂണ്ടിക്കാട്ടിയൊക്കെ മനാഫ് പറയുന്നുണ്ടായിരുന്നു. ആ പ്രദേശത്തുള്ള ആളുകൾ എല്ലാ രീതിയിലും സഹകരിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ഭക്ഷണമടക്കം അവരുടെ വീടുകളിൽ നിന്ന് എത്തിക്കുന്ന നിലയുണ്ട്. പക്ഷേ അതിനോട് സഹകരിക്കാൻ അവിടെയുള്ള പോലീസ് തയ്യാറാകുന്നില്ല. പോലീസ് മാത്രമാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ള ആരോപണം, വിമർശനം മനാഫ് ഉയർത്തുന്നുണ്ടായിരുന്നു. ഹാഷ്മി താജ് ഇബ്രാഹിം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഹാഷ്മി, ഇനിയിപ്പോൾ ഈ
പെർമിഷന് വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണോ മനാഫൊക്കെ? ഒന്നാമത് അവരുടെ ഭാഗത്ത് ആവശ്യമായ മനുഷ്യോപശേഷിയില്ല. നമ്മുടെ മലയാളികൾ ഹൃദയവേദനയോട് കൂടി തന്നെ 5 പൈസ ലാഭേച്ഛ ഇല്ലാതെ ഇങ്ങോട്ടേക്ക് ഒന്നാമത് അവരുടെ ഭാഗത്ത് ആവശ്യമായ മനുഷ്യോപശേഷിയില്ല. നമ്മുടെ മലയാളികൾ ഹൃദയവേദനയോട് കൂടി തന്നെ 5 പൈസ ലാഭേച്ഛ ഇല്ലാതെ ഇങ്ങോട്ടേക്ക് വന്ന് അതിൽ സന്നദ്ധത നിൽക്കുകയാണ്. രഞ്ജിത്ത് അടക്കമുള്ള ആളുകൾ, കൂടുതൽ കണ്ണൂരടക്കമുള്ള കൂടുതൽ മലയാളികൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ആ പ്രവർത്തനം ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് പോലീസുകാർ വന്നിട്ട് ഉടനെ ഇറങ്ങണം എന്ന മണ്ണ് നിറച്ച് അവിടുന്ന് ടിപ്പറിൽ മണ്ണ് നിറച്ച് ദൂരെ ഒരു സ്ഥലത്ത് കൊണ്ട് തട്ടുന്നു. അതേ ടിപ്പർ തന്നെ തിരികെ പോകുന്നു. വീണ്ടും എത്ര സമയമാണ് വെറുതെ പോവുക? അപ്പൊ മനാഫ് പറയുകയായിരുന്നു അവിടെ അടുത്ത് തന്നെ മണ്ണ് വാരി ഇടുന്നൊരു സ്ഥലം എന്നുള്ളത് എനിക്ക് കാണുമായിരുന്നു. അപ്പൊ ആ രീതിയിൽ പ്രവർത്തനം പുരോഗതിക്കുന്നിടയിലാണ് മനാഫ് അടക്കമുള്ള മലയാളികൾക്ക് നേരെ പോലീസ് സംഘം വന്ന് നമ്മൾ കാണുന്നതാണ്. ഇത് രാവിലെ മുതൽ തന്നെ പോലീസ് നമ്മളോട് പെരുമാറുന്നത്, ഇവിടെ നിൽക്കുന്നവർ ശത്രുതാപരമായി പെരുമാറുന്നത്, ഇവിടെ നിൽക്കാൻ അനുവദിക്കാത്ത, ദൃശ്യങ്ങൾ എടുക്കാൻ അനുവദിക്കാത്തൊക്കെ നമ്മൾ രാവിലെ മുതൽ തന്നെ ഇവരുടെ ഈ അഹങ്കാരം നമ്മൾ കാണുന്നതാണ് റീജിത്ത്. അപ്പൊ അതിനിടയിലാണ് ഇപ്പൊ രക്ഷാപ്രവർത്തനം വളരെ സജീവമായി നടക്കുന്നതിനിടയിൽ കൂടി പോലീസുകാർ അതിനിടയിൽ നലമുണ്ടാക്കുന്നത്. നോക്കണം, ഒരു ചായ പോലും കൊടുക്കാൻ കുറെ അധികം ആളുകളുണ്ട്. ഒരു ചായ പോലും കൊടുക്കാനുള്ള സംവിധാനം ഇവർക്ക് പോലീസിന് പറ്റാത്തതല്ല. ആ ചായ പോലും കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നില്ല. ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നില്ല. രാവിലെ മുതൽ നിൽക്കുന്നവരാണ്. ഒരു തുള്ളി വെള്ളം കുടിക്കാതെ അതിന്റെ മുകളിൽ നിൽക്കുന്നവരാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് എന്താണ്, ഒരു സംവിധാനത്തിന് ഉത്തരവാദമാണ്. ആ സംവിധാന ഉത്തരവാദിത്തം നിറവേറ്റുന്നില്ല എന്ന് മാത്രമല്ല, അവിടെ നിൽക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തി അവിടുന്ന് ആട്ടി ഇറക്കാനുള്ള പദ്ധതിയാണ് പോലീസ് ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. മനാഫ് പറയുകയായിരുന്നു അവിടെ നിൽക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തി അവിടുന്ന് ആട്ടി ഇറക്കാനുള്ള പദ്ധതിയാണ് പോലീസ് ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. മനാഫ് പറയുകയായിരുന്നു അടുത്ത വീടുകളിലേക്കുള്ള പാവങ്ങൾ, കൂലിപ്പണിക്കാരായ സാധുക്കളായ പരമസാധു മനുഷ്യർ പറഞ്ഞുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ 2 ജീപ്പുകളിൽ ഇവിടുന്ന് അങ്ങോട്ട് പോയി. ഇപ്പോൾ 1.5 മണിക്കൂർ അവിടെ നിൽക്കാനുള്ള അനുവാദം വാങ്ങാൻ വേണ്ടി മനാഫ് ഇപ്പോൾ താഴേക്ക് ഇറങ്ങിയതാണ്. എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണ്. ഈ സമയം ഈ ദിവസങ്ങൾ അത്രയും കാര്യമായ പണിയൊന്നും ചെയ്യുന്നുമില്ല. ഒരുപക്ഷെ നമ്മുടെ ആളുകൾ അങ്ങോട്ടേക്ക് പോയി ആത്മാർത്ഥമായി പണിയെടുക്കുമ്പോൾ ആ പണിയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുക. കാര്യം ഈ സമയം അതിനിർണായകമായ ഒരു സമയമാണ്. നമുക്കൊരു ഈ ദിവസങ്ങൾ കിട്ടാത്ത ഒരു പ്രധാനപ്പെട്ട ഒരു സിഗ്നൽ നമുക്ക് കിട്ടിയ ദിവസമാണ്. ആ സിഗ്നൽ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുന്ന, പരിശോധന നടക്കുന്ന ദിവസമാണ്. ഏത് സമയവും അനുകൂലമായ ഒരു സാധനം കിട്ടിയേക്കാം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് അതിനള്ളു വെക്കുക എന്ന് പറഞ്ഞ അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഇപ്പൊ എന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ നിസ്സഹായനാണ് എന്ന് വേണം അക്കാര്യത്തിൽ പറയാൻ. പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് മടങ്ങിയിട്ടേ ഉള്ളൂ. എന്തായാലും ആ പരിശോധന അവിടെ നടക്കുകയാണ്. 8 മീറ്റർ ആഴത്തിലാണ് ഇത്തരത്തിൽ ഒരു ലോഹ സാന്നിധ്യം കണ്ടെത്തി. അതിൽ കേന്ദ്രീകരിച്ചുള്ള പരിശോധന പുരോഗമിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ഒരു നല്ല വാർത്ത പ്രേക്ഷകർക്ക് നൽകാൻ കഴിയുമെന്ന് ഇരിക്കുമ്പോഴാണ് മലയാളികളെ മൊത്തം അവിടെ ഇറക്കി വിടുന്ന വളരെ മോശമായ, വളരെ അങ്ങേയറ്റം മോശമായ കാര്യം. ശരിയാണെന്ന് ഇവിടെ റിസ്ക് ഉണ്ട്. മണ്ണിടിയാൻ ചാൻസ് ഉണ്ട്. പെയ്യുന്ന മഴ വലിയ മഴയാണ്. റിസ്ക് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് മലയാളികൾ അവിടെ, മനാഫ് അടക്കമുള്ള മലയാളികൾ അവിടെ നിന്ന് ജോലി ചെയ്യുന്ന റിസ്ക് ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ്. നമ്മളുടെ ശീലം അതാണ്. നമ്മൾ കവളപ്പാറയിലും പൊട്ടുമലയിലും പെട്ടിമുടിയിലടക്കം നമ്മൾ നമ്മുടെ ജീവൻ നോക്കാതെ മറ്റുള്ള ജീവൻ കാത്തതിന്റെ ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ആ ശീലത്തിൽ പോയി നിൽക്കുന്നതാണ്. നമുക്കൊന്നും അറിയാത്തതല്ല. മണ്ണിടിഞ്ഞ് വീഴുമെന്നും മണ്ണ് കണ്ടാൽ മനസ്സിലാകാത്ത മണ്ടന്മാരൊന്നുമല്ല അവിടെ നിൽക്കുന്ന മലയാളികൾ. എന്നിട്ട് പോലീസുകാർ ഒന്ന് വിരട്ടുക എന്ന് മാത്രമല്ല, അവരെ അവിടുന്ന് നാട്ടിയിറക്കി വിടാൻ ശ്രമിക്കുകയും